സ്കൂള് തുറക്കുകയാണ്. പുതിയ പ്രതീക്ഷകളുമായി കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിൽ എത്തുകയാണ്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിന്റെ സഹോദരിയുടെ വീട്ടിലാണ്. ഇവിടെ 4 പേരാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. ഇത് പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ആള് ഇസഹാക്ക് 1ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ, ചിരിച്ചേ. അപ്പൊ 1ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇത് ഏറ്റവും മൂത്ത ആള് ജുവൽ +1 ആണ് പഠിക്കുന്നത്. പിന്നെ 2 പേരും 1ാം ക്ലാസ്സിലേക്കും അടുത്ത ആള് +1ലേക്കും പോവുകയാണ്. ഇവിടെ എൽഹാന 4ാം ക്ലാസ്സിലാണ്. ഇത് എൽറോയ് 7ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. എന്തായാലും 4 പേരും കൂടി ഒരേ യൂണിഫോമിൽ ഭവൻസിലാണ് പഠിക്കുന്നത് തോന്നുന്നു, അല്ലേ എല്ലാവരും? അപ്പൊ ഒരേ യൂണിഫോമിൽ എല്ലാവരും കൂടി സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാലും നമുക്ക് ആദ്യം ഇസഹാക്കിനോട് തന്നെ സ്കൂളിൽ പോകാൻ നിൽക്കുവാണോ? ആണോ? ഇനി ശരി 4 കൂടെ ഉണ്ട്. എന്തോ നാളെയും ഞാൻ തുടങ്ങണ്ട സ്കൂള്. ആണോ? അപ്പൊ ഇനി എന്ന് സ്കൂളിൽ പോവാ അല്ലേ? പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ കൂട്ടുകാർ കിട്ടും, പുതിയ പാട്ട് പഠിക്കാം, പിന്നെ പുതിയ ടീച്ചർമാരെ കിട്ടും, ടീച്ചർ കിട്ടും. അല്ലേ? ഇപ്പോഴുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ശിവാലിക്ക് അവിടെ തന്നെയാണോ? ഈ സ്കൂളിൽ തന്നെ ഉണ്ടോ? സ്കൂളിലോട്ട് വരില്ല? വേറെ സ്കൂളിലാണോ? അയ്യോ, അത് വേറെ ക്ലാസ്സിലാണോ? അപ്പൊ സ്കൂളിൽ വെച്ച് കാണാലോ. പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടൂല്ലേ? അപ്പോ ഇസഹാക്ക് സ്കൂളിലേക്ക് പോകുന്നതിന്റെ സന്തോഷമാണ് പങ്കിട്ടത്. മോള് 4ാം ക്ലാസ്സിലേക്ക് ഇപ്പോ ഇവിടെ തന്നെ ആയിരുന്നല്ലോ, അല്ലേ? എന്താണ് സ്കൂളിൽ പുതിയ ബാഗ്, പുതിയ എന്താ പറയണേ, സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? ഫ്രണ്ട്സിനെ കാണാനും ടീച്ചേഴ്സിനെ, പുതിയ ടീച്ചേഴ്സിനെയും കാണാനും സന്തോഷം. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി കളിക്കാനും, ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി പുതിയ ടീച്ചേഴ്സൊക്കെ, പിന്നെ പുതിയ ക്ലാസ്, അങ്ങനെയൊക്കെയല്ലോ. കഴിഞ്ഞ ക്ലാസ് ബെസ്റ്റ് ടീച്ചർ ആരാ? അതെനിക്കറിയില്ല, എല്ലാ ടീച്ചേഴ്സും ബെസ്റ്റ്. ബെസ്റ്റ് ഫ്രണ്ടോ? അതിഥി സ്കൂളിലുണ്ട്, ക്ലാസ്സിൽ തന്നെയാണോ? ഓക്കെ. അപ്പൊ ആ ഒരു സന്തോഷം കൂടിയുണ്ട്. അപ്പൊ +1 എന്താ പറഞ്ഞേ, 1ാം ക്ലാസ്സിലേക്ക് 11ാം ക്ലാസ്സിലേക്ക്, അല്ലേ? അപ്പൊ എങ്ങനെയാണ് കുഞ്ഞാനിയൻ 1ാം ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്? അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അവന് ഇത്രയും കൂടെ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വേണമല്ലോ. അപ്പൊ ഫസ്റ്റിലേക്ക് ഞങ്ങൾ എല്ലാരും കൂടെ എൻകറേജ് ചെയ്ത് വിടുന്നുണ്ട്. പുതിയ ടീച്ചേഴ്സും ഫ്രണ്ട്സ്. പിന്നെ അവനൊരു വിഷമമുണ്ട്, ഫ്രണ്ട്സ് എല്ലാരും പല ക്ലാസ്സിലേക്ക് പോയി. ഞാനും അവസ്ഥ തന്നെയാണ് നിൽക്കണത്. എന്റെ ഫ്രണ്ട്സ് എല്ലാരും പല ക്ലാസ്സിലായി പോയി. പുതിയൊരു ജേണി ആവട്ടെ എന്ന്. ഇവിടെ തന്നെ ആയിരുന്നല്ലോ, അല്ലെ? 11 ക്ലാസ് ഇതുവരെ കടന്നു വന്നിട്ടുള്ള ലൈഫിന്റെ ഒരു വലിയൊരു ഭാഗവും സ്പെൻഡ് ചെയ്ത സ്കൂളാണ്, അല്ലെ? അപ്പൊ അതിന്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. ആ സ്കൂളിലേക്ക് തന്നെ കുഞ്ഞനിയനും വരുന്നു, അനിയന്മാരും അനിയത്തിയും ഒക്കെ അവിടെ തന്നെയാണ്. ഓക്കെ. എന്താണ് എൽറോയ്ക്ക് പറയാനുള്ളത്? എന്താണ്? 7ാം ക്ലാസ്സിലേക്കാണ്, അല്ലെ? ഇപ്പൊ UPS കഴിയാവുന്ന, അതായത് UPയിലെ ഏറ്റവും വലിയ സ്റ്റുഡന്റ് ആണ്, സീനിയർ സ്റ്റുഡന്റ് ആണ്, അല്ലേ? എന്താണ് സന്തോഷം? എന്താണ് അനിയൻ സ്കൂളിലേക്ക് പോകുന്നു, അനിയത്തിന്റെ ചേച്ചിന്റെ സ്കൂളിലൊക്കെ എല്ലാം സ്കൂളിലാണ്. അതായത് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ബോറടിച്ച് 2 മാസം ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുമല്ലേ. അപ്പൊ ഇനി ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി കളിക്കാം, ഈ പുതിയ ടീച്ചേഴ്സിനെ കാണാം. അപ്പൊ ഇങ്ങനെ ഓരോന്നായി പോണം. പ്രധാനമായിട്ടും എല്ലാവർക്കും ഫ്രണ്ട്സിനെ കാണാം എന്നുള്ളത് തന്നെയാണ് കേട്ടോ സന്തോഷം. പഠിക്കാം എന്നുള്ളത് ഒരു സെക്കൻഡ് ഓപ്ഷനാണ്. ഫ്രണ്ട്സിനെ കാണാം, സന്തോഷമുണ്ട്, കളിക്കാം, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. 2 മാസം വീട്ടിൽ നിന്ന് ബോറടിച്ചു എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്താണ്, എനിക്ക് മേഘ ഹൗസ് വൈഫാണ് ഇപ്പോ, വർക്കിംഗ് ആസ് എ നഴ്സിംഗ് ട്യൂട്ടർ ഐ തിങ്ക്. അപ്പോ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഞാൻ ടോം പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ സിസ്റ്റർ, ഒരു നല്ല പാരന്റിംഗ് വർക്ക് ചെയ്തില്ല. കുട്ടികളുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്തില്ല. കല്യാണം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തില്ല. എനിക്കൊരു ഗുഡ് പാരന്റിങ് ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഞാൻ പറയാം, ഇപ്പൊ 4 പേര് സ്കൂളിൽ പോവാ, 4 പേരെ സ്കൂളിലേക്കാ, 4 പേരുടെ പഠന കാര്യങ്ങൾ ഉൾപ്പെടെ, മീൻസ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുക ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ അത് എന്താണ് ഒരു അഡ്വൈസ് പൊതുവെ അങ്ങനൊരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അവരുടെ ഒരു പഠനത്തിന്, എഡ്യൂക്കേഷനൊക്കെ എന്ത് ചെയ്യാൻ? പിള്ളേർക്ക് വേണ്ടി കുറച്ചാണെങ്കിലും ടൈം ഒന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുക, അവരോട് നന്നായിട്ട് സംസാരിക്കുക, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ തിരക്കുക, അതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, അത് കാരണം അവർക്ക് എല്ലാത്തിനും ഞാനുണ്ട്. അതാണ്. അമ്മയാണോ ബെസ്റ്റ് ഫ്രണ്ട് അതോ അച്ഛനാണോ? രണ്ടുപേരാണ്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പറയാറാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യങ്ങൾ, അതിഥിയുടെ കാര്യങ്ങളൊക്കെ ആരോടാ പറയാ?
അത് അച്ഛൻ അത് അമ്മേനോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ആണോ? അത് അമ്മേനോട് പറയാൻ പറ്റുള്ളൂ അല്ലേ? മോള് ഞാൻ അമ്മേനോടാണ്. അവര് സ്പേസ് നല്ലതാണ് എപ്പോഴും സൗഹൃദം അല്ലേ? പാരന്റ് എപ്പോഴും അങ്ങനെ ഒരു സ്പേസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത് ഭയങ്കര പാരന്റിങ്ങിലും ഭയങ്കര ഒരു അതെ അതെ. പിന്നെ എല്ലാത്തിനേക്കാളും ഉപരി ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. അതാണ് ഏറ്റവും വലുത്. രാവിലെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്നു അല്ലേ? ശീലം പറ്റുന്നത് പോലെ എല്ലാ ദിവസവും തന്നെ. ഹസ്ബൻഡ് കുറെ വർഷമായിട്ട് മുടങ്ങാതെ പോകുന്ന ആളാണ്. ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് ഇന്നിപ്പം ഈ വീട്ടിലെ ഹൗസ് വാമിംഗ് നടന്നിട്ട് 2 വർഷമായി. അപ്പോ മാക്സിമം പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സ്കൂളിന്റെ അടുത്തേക്ക് തന്നെ താമസം മാറ്റിയത് ഈ ഒരു പഠന സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ? ഹസ്ബൻഡ് 2-3 വർഷം മുന്നേ UK പോയായിരുന്നു. അപ്പം ഞാൻ തന്നെയല്ലേ, അപ്പൊ എളുപ്പം ഒക്കെ നോക്കി അങ്ങനെ സ്കൂളിന്റെ അടുത്ത് നോക്കിയാണ് കുറെ നടന്ന് അങ്ങനെ കിട്ടി. ഇസഹാക്ക് പാട്ട് പാടുവോ? രാവിലെ പള്ളിയിലൊക്കെ പോയോ? പള്ളി പോയില്ല? അതെന്താ സ്കൂളിൽ പോകുന്ന പള്ളി പോവാതെ? പള്ളി പോകുന്ന ആളല്ലേ ഇന്നു? പള്ളി പോയോ രാവിലെ? എന്താ പള്ളി പോയ മടി പിടിച്ചോ രാവിലെ? ഇല്ല, പിന്നെന്താ രാവിലെ എണീച്ചില്ല. എനിക്കില്ലേ? ആണോ? അത് സാരല്ല കേട്ടോ. അപ്പൊ ഇനി വേറെ ദിവസം പള്ളി പോവാ അല്ലേ? മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് വരാറുള്ള. ഓക്കെ. അപ്പൊ ഒരു പാട്ട് പാടിക്കേ. ഇങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. പാട്ടൊക്കെ ഇങ്ങനെ പാട്ട് പാടുമെന്ന് എനിക്ക് അറിയാലോ. അറിയത്തില്ല. അറിയാവോ? എനിക്കറിയാലോ പാട്ട് പാടുമെന്ന് എനിക്കറിയാലോ. ഒപ്പിയെടുക്കാവുന്നവരാ ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാവാൻ പറന്നവൻ, കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, നീ വരൂ നീ വരൂ പൂത്തന്നലായി, നീ വരൂ നീ വരൂ പൂത്തന്നലായി, നീ വരൂ നീ വരൂ പൂത്തിങ്കളായി, നീ വരൂ നീ വരൂ പൂത്തന്നലായി, കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. ഇവിടെ അക്വേറിയം ഒക്കെ ഉണ്ടല്ലോ. ഈ അക്വേറിയം മീൻ ആരാ തീറ്റയൊക്കെ കൊടുക്കുന്നേ? ആണോ? ഏതാ വന്നേ? ഇസാക്കിന്റെ മീൻ ഏതാ നോക്കട്ടെ. നോക്കട്ടെ. പേരുണ്ടോ അവന്മാർക്കൊക്കെ? ആണോ? ഇവന്മാർക്കൊക്കെ പേരിട്ടിട്ടുണ്ടോ? എന്താ പേര്? നിന്റെ പേരെന്താ? ഗോൾഡൻ ഫിഷ്. ഗോൾഡൻ ഫിഷ് ഇതല്ലേ? ഇതാണോ? ഓ, ഇതെന്താ? അതെനിക്കറിയത്തില്ല. ആണോ? എപ്പോഴാണ് അവർക്ക് തീറ്റ കൊടുക്കുന്നേ? കൊടുത്തോ രാവിലെ? കൊടുത്തോ? അല്ല, ഞാൻ ഒരു ദിവസം ഗ്യാപ്പ് തന്നെ വെക്കണം. അല്ലെങ്കിൽ എപ്പോഴും എല്ലാ ദിവസവും ഇതിന് ഫുഡ് എടുക്കുകയാണെങ്കിൽ ചത്തുപോകും. വലിയ മീനുകൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എല്ലാ ദിവസവും. ശരിക്കും പറഞ്ഞാൽ മത്സ്യകൃഷിയാണെന്ന് തോന്നുന്നു രണ്ടുപേരും കൂടി. എന്തായാലും ഇവര് ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു ആശംസ പറയാം. സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും ഒരു ആശംസ പറയാം. പുതിയതായിട്ട് ഈ 1ലേക്കും പുതിയതായി സ്കൂളിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും എന്റെ വക ആശംസകൾ നേരുന്നു.